നമസ്കാരം. സ്പോർട്സ് പിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെയും സഞ്ജു സാംസൺ ഫാൻസിനെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്ത്രശാലിയായ ഓഫ് സ്പിന്നർ അശ്വിൻ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാകണം. കേൾക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുമെങ്കിലും അശ്വിന്റെ വാക്കുകളിൽ ഇതിന് കൃത്യമായ രാഷ്ട്രീയവും ക്രിക്കറ്റ് ബുദ്ധിയുമുണ്ട്. എന്താണ് അശ്വിൻ ഉദ്ദേശിച്ചത്? സഞ്ജു എങ്ങനെയാകും ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ നായകനായി എത്തുക? ഒരു ജേർണലിസ്റ്റ് ശൈലിയിൽ നമുക്ക് ഈ വിഷയം ആഴത്തിൽ വിശകലനം ചെയ്യാം. വെറ്ററൻ ഓഫ് സ്പിന്നർ അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലോ അഭിമുഖങ്ങളിലോ സംസാരിക്കുമ്പോൾ അതിനു പിന്നിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. സഞ്ജു സാംസൺ എന്നെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അശ്വിൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ സഞ്ജു ചെന്നൈയുടെ നായകസ്ഥാനത്തെത്താൻ വലിയ സാധ്യതയുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ചെന്നൈയുമായി സഞ്ജുവിനുള്ള വൈകാരിക ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന് പുറത്ത് സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നഗരം ഒരുപക്ഷേ ചെന്നൈയായിരിക്കും. അശ്വിന്റെ ഈ വാക്കുകൾ കേവലമൊരാഗ്രഹമല്ല, മറിച്ച് ചെന്നൈയുടെ ടീം സംസ്കാരത്തിന് സഞ്ജു എത്രത്തോളം അനുയോജ്യനാണ് എന്നതിന്റെ സാക്ഷ്യപത്രമാണ്. അശ്വിൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മറ്റൊരാളുടെ പകരക്കാരനായിട്ടല്ല സഞ്ജു വരേണ്ടത് എന്നതാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് MS ധോണിയുടെ മുഖമാണ്. ധോണിയുടെ നിഴലിലല്ല, മറിച്ച് സ്വന്തം ശൈലിയിൽ ടീമിനെ നയിക്കാനാണ് സഞ്ജു ശ്രദ്ധിക്കേണ്ടതെന്ന് അശ്വിൻ ഓർമ്മിപ്പിക്കുന്നു. ധോണിയെ അനുകരിക്കാനോ അദ്ദേഹത്തിന്റെ ശൈലി കടമെടുക്കാനോ ശ്രമിക്കാതെ രാജസ്ഥാൻ റോയൽസിൽ നാം കണ്ട സഞ്ജുവിന്റെ ആ ഫിയർലെസ് നായകത്വമാണ് ചെന്നൈക്കും വേണ്ടത്. ഒരു നായകൻ എന്ന നിലയിൽ സ്വന്തമായൊരു മുദ്ര പതിപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് അശ്വിൻ വിശ്വസിക്കുന്നു. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദ് മികച്ച രീതിയിലാണ് ചെന്നൈയെ നയിക്കുന്നതെന്ന് അശ്വിൻ എടുത്തു പറയുന്നുണ്ട്. ധോണിക്ക് ശേഷം ഒരു വലിയ വിടവ് നികത്താൻ ഋതുരാജിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിലെ ലോങ് ടേം പ്ലാനുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഞ്ജുവിന്റെ പേര് ഒഴിവാക്കാൻ കഴിയില്ല. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ ധോണിക്ക് ശേഷം ചെന്നൈക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്ഷൻ സഞ്ജു സാംസൺ തന്നെയാണ്. ഋതുരാജ് നായകസ്ഥാനത്ത് തുടരുമ്പോഴും സഞ്ജുവിനെ പോലൊരു അനുഭവസമ്പത്തുള്ള താരം ടീമിലെത്തുന്നത് ചെന്നൈയുടെ കരുത്തു വർദ്ധിപ്പിക്കും. ചെപ്പോക്കിലെ ഗാലറിയിൽ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വീകരണം നാം കണ്ടതാണ്. തമിഴ് ആരാധകർക്ക് സഞ്ജു തങ്ങളുടെ സ്വന്തം വീട്ടുപിള്ളൈ, മകനാണ്. സഞ്ജു ചെന്നൈയിലേക്ക് മാറുന്നു എന്ന വാർത്തകൾ വരുമ്പോഴെല്ലാം ആരാധകരത് ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അശ്വിനെ പോലൊരു താരം ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിലും പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മെഗാലീലങ്ങളോ ട്രേഡിംഗ് വിൻഡോകളോ വരുമ്പോൾ സഞ്ജുവിനെ മഞ്ഞക്കുപ്പായത്തിൽ എത്തിക്കാൻ ചെന്നൈ ശ്രമിക്കുമോ എന്നത് വരും കാലങ്ങളിൽ കണ്ടറിയണം. കാലം മുന്നോട്ടു പോകുമ്പോൾ അശ്വിന്റെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സഞ്ജു സാംസൺ എന്ന നായകൻ ചെപ്പോക്കിൽ ചെന്നൈയെ നയിക്കുന്നത് കാണുന്നത് ഏതൊരു മലയാളിക്കും അഭിമാനകരമായ നിമിഷമായിരിക്കും. ധോണിയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ സഞ്ജുവിനോളം പ്രാപ്തനായ മറ്റൊരു യുവതാരം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്നില്ല.